ആയിരിക്കും, അതായത് തങ്ങളിൽ ഒരാളായി ആയിരിക്കും പലരും എം ടിയുടെ കഥാപാത്രങ്ങളെ കണ്ടിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തങ്ങളിലൊരാളായ അപ്പുണ്ണിയും തങ്ങളിലൊരാളായ വിവിധ കഥാപാത്രങ്ങൾ, അത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തുഞ്ചൻ സ്മാരക ട്രസ്റ്റിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെയൊക്കെ നിരവധിയായ പ്രവർത്തകരൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ആ ട്രസ്റ്റിനെ അങ്ങനെ നിലനിർത്തുന്നതിൽ, അല്ലെങ്കിൽ ആ ട്രസ്റ്റ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്ന മനുഷ്യനെ സമകാലികനാക്കിയതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രമുഖരെല്ലാവരും മടങ്ങുകയാണ്. അതായത് അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം പ്രമുഖരെല്ലാവരും മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ അനുശോചന യോഗവും പരിപാടികളുമൊക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മലയാളത്തിൻ്റെ രണ്ടക്ഷരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി തൻ്റെ എഴുത്തിലൂടെയും അല്ലെങ്കിൽ താൻ ചെയ്തു വെച്ച, താൻ രൂപപ്പെടുത്തിയ കഥാപാത്രങ്ങളിലൂടെയും മാത്രം ജീവിക്കുന്നൊരു മനുഷ്യനായി എം ടി എന്ന രണ്ടക്ഷരത്തിലുള്ള അതികായനായ മനുഷ്യൻ മാറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഏതായാലും എല്ലാ ചടങ്ങുകൾക്കും ശേഷം അല്പസമയത്തിനകം തന്നെയും ഈ അദ്ദേഹത്തിൻ്റെ അനുശോചന യോഗം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് എല്ലാവരെയും പിരിഞ്ഞ് പോവുകയാണ്. എല്ലാവരെയും എം ടിയെ തനിച്ചാക്കി എല്ലാവരെയും യാത്രയാക്കുകയാണ് ഇവിടുത്തെ അധികൃതർ എന്ന് പറയണം. എം ടി ഇനി ഒറ്റയ്ക്കാണ്. ഇത്രയും കാലം മനുഷ്യരുടെയൊക്കെയും സ്വപ്നങ്ങളിലും, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനായി ജീവിച്ച എം ടി ഇനി മാവൂർ റോഡിലെ സ്മൃതി പഥത്തിൽ ഒറ്റയ്ക്ക് തനിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മേഖലകളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിത മേഖലകളിൽ വ്യാപൃതനാകുമെന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹം ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം കഴിഞ്ഞാൽ ഈ മാവൂർ റോഡ് ശ്മശാനമായ സ്മൃതി പഥത്തിൻ്റെ ഉദ്ഘാടനം നടക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി എത്തിക്കൊണ്ട് എം ടി വാസുദേവൻ നായർ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരിക്കലും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണമെത്തിയതുപോലെ ശ്മശാനത്തിലും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 70 വർഷം നീണ്ട അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാഹിത്യ സപര്യയ്ക്ക് ഇവിടെ അവസാനമായിരിക്കുന്നു. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ശിഷ്യഗണങ്ങൾ നിരവധിയാണ്. പലരെയും പ്രോത്സാഹിപ്പിക്കുകയും എഴുത്തിൻ്റെ വഴികളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എം ടി ഇനിയും എല്ലാ കാലവും ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. എം ടിയുടെ കഥാപാത്രങ്ങളെല്ലാവരും പരാജയപ്പെട്ട ആളുകളുടെ പ്രതിനിധികളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പരാജയപ്പെട്ട മനുഷ്യർ, രണ്ടാമതായിപ്പോയ മനുഷ്യർ, അവരുടെയൊക്കെ പ്രതീകമായിരുന്നു എം ടിയുടെ കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പരാജയപ്പെട്ടു പോയ മനുഷ്യർക്കെല്ലാവർക്കും ബന്ധിപ്പിക്കാനാവുന്ന ഒരു കണക്ഷൻ എം ടിയുടെ എഴുത്തും തങ്ങളും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. അതുതന്നെയാണ് എല്ലാവരെയും എല്ലാ കാലത്തും സങ്കടത്തിലാഴ്ത്തുന്നതും എന്ന് വേണം. തങ്ങളുടെ കഥ പറഞ്ഞ, പരാജയപ്പെട്ടു പോയ തങ്ങളുടെ കഥ പറഞ്ഞ കഥാനായകൻ ഇതാ യാത്രയാകുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന വലിയ പ്രയാസത്തിലാണ് അദ്ദേഹത്തെ കാണാൻ മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്കും അതുപോലെ കൊട്ടാരം റോഡിലെ സ്മൃതി പഥത്തിലേക്കും അദ്ദേഹത്തെ കാണാൻ നിരവധിയായ ആളുകൾ എത്തിയത്. കിരീടം വെക്കാത്ത രാജാവായിരുന്നു എം ടി എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നത് കോഴിക്കോട് കൊട്ടാരം റോഡിലാണ്. അതൊരു കൊട്ടാരത്തിൽ, മലയാള സാഹിത്യത്തിൻ്റെ കൊട്ടാരസമേതമായ മലയാള സാഹിത്യത്തിലെ കിരീടം വെക്കാത്ത രാജാവ് തന്നെയായിരുന്നു എം ടി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം എഴുതിയതൊക്കെയും ഈ നേർക്കാഴ്ചകൾ മാത്രമെന്നതിനപ്പുറത്തേക്ക് ഭാവനയുടെ വലിയ ലോകത്തേക്ക് കൂടിയായിരുന്നു. അതായത് ഭീമൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കണമെങ്കിൽ എം ടിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പൂവ്, കല്യാണ സൗഗന്ധികം പറിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ, പാഞ്ചാലിക്ക് കൊടുക്കുമ്പോൾ അവർ നോക്കാതെ അർജുനന് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ഭീമൻ്റെ ഒരു വിഷമമുണ്ട്. ആ വിഷമം മനസ്സിലാക്കാൻ എം ടിയെ പോലൊരു എഴുത്തുകാരന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹത്തെ സാധാരണക്കാരനാക്കുന്നത്. കാരണം സാധാരണക്കാരനായ മനുഷ്യരുടെയൊക്കെയും വികാരവും അവരുടെയൊക്കെയും ജീവിത പശ്ചാത്തലവും, ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളുകളുടെ പോലും ജീവിത പശ്ചാത്തലവും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി അതൊക്കെയും എഴുത്തിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു എം ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൽ കാർക്കശ്യക്കാരനായിരുന്നു എം ടി. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം കാർക്കശ്യവും സാധാരണക്കാരനായി ജീവിക്കണമെന്നുള്ള ആവശ്യവുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ
പൊതു ഇടത്തിൽ വെച്ച് തൻ്റെ മൃതദേഹം പ്രദർശിപ്പിക്കരുത് എന്നുള്ള, അല്ലെങ്കിൽ തനിക്ക് ആചാരവെടികൾ വേണ്ടതില്ല എന്നുള്ള ആവശ്യങ്ങളൊക്കെയും അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടൗൺ ഹാൾ പോലുള്ള ഇടങ്ങളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാതെ സിതാരയിൽ മാത്രമായി പൊതുദർശനത്തിന് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു ഈ ഔദ്യോഗിക ബഹുമതികളൊന്നും വേണ്ടതില്ല എന്ന്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു ഒടുവിലെന്നാണ്. ഏതായാലും അദ്ദേഹത്തിന് 2 മക്കൾ, അശ്വതിയും സിതാരയും. സിതാര കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു പോയതാണ്, അവരിപ്പോൾ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ അശ്വതിയും അതുപോലെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകനുമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. ഏറ്റവും അടുത്ത ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകളും ചേർന്നാണ് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അഗ്നിനാളങ്ങൾ ആവാഹിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സുജയ. MT ഇനി നമ്മുടെ മനസ്സുകളിൽ ജീവിക്കും. മാവൂർ റോഡിലെ സ്മൃതിപഥം അദ്ദേഹത്തെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇതാ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇനി നമുക്കിടയിൽ ഉണ്ടാവുക MTയുടെ അദ്ദേഹം കുറിച്ചിട്ട അക്ഷരങ്ങളാണ്. അദ്ദേഹം ജീവൻ നൽകിയ, അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറന്ന കഥാപാത്രങ്ങൾ അഭ്രപാളിയിലും നമുക്കൊപ്പം ഉണ്ടാകും. അവയിലൂടൊക്കെ MT നമുക്കിടയിൽ ഗുരുതുല്യനായി എന്നും ഉണ്ടാകും. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് ലോകമെമ്പാടും.